അവരുടെ വ്യാമോഹം മാത്രമാണ് എന്ന് മാത്രമല്ല, വളരെ സമാധാനത്തോടു കൂടിയിട്ട് സുരക്ഷിതത്വത്തോടു കൂടിയിട്ട് ഇന്ന് ഈ രാജ്യത്തിനകത്ത് താമസിക്കാൻ ജീവിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം മതനിരപേക്ഷ കേരളമാണ്. CPM ജില്ലാ സെക്രട്ടറി VP അനിൽ ഇപ്പോൾ മീഡിയ വണ്ടപ്പം ചേരുകയാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തെല്ലാം ഒരുക്കങ്ങളായി? തെരഞ്ഞെടുപ്പിന് CPM നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനങ്ങളെ സമീപിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ മാതൃകാപരമായ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേതൃത്വം നൽകിയത്. അതിൻ്റെ പട്ടിക ഒന്നൊന്നായിട്ട് ഞാൻ പറയേണ്ടതില്ല. UDF ഗവൺമെൻറ് ഉപേക്ഷിച്ച് പോയിട്ടുള്ള കേരളം ലോകത്ത് തന്നെ നെറുകയിൽ എത്തേണ്ട പല വികസന പദ്ധതികളും, ആ പദ്ധതികളൊക്കെ പൊടി തപ്പിയെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമ്മുടെ സംസ്ഥാനത്തിന് നടപ്പിലാക്കിയത്. ദേശീയപാത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഗെയിൽ പൈപ്പ് ലൈൻ അതിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ പശ്ചാത്തല വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ജലമെട്രോ തുടങ്ങിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. നിരവധിയാർന്ന റോഡുകളാണ് കിഫ്ബി വഴിയെല്ലാം വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തുള്ള നിക്ഷേപം മാത്രമല്ല, അതിൻ്റെ വിപുലമായ സൗകര്യങ്ങൾ. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഹൈടെക് സ്ഥാപനങ്ങളാണ്. ക്ലാസ് മുറികൾ 10 വർഷം മുമ്പ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല. ആരോഗ്യരംഗവും വളരെ വിപുലമായ സംവിധാനങ്ങളും അവയവ മാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഒരു സർക്കാർ ആശുപത്രിയിൽ നിർവഹിക്കപ്പെടുകയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ബ്ലഡ് ബാങ്കുകൾ തിരൂരുണ്ട്, മഞ്ചേരിയുണ്ട്, നിലമ്പൂരുണ്ട്, പെരിന്തൽമണ്ണയിലുണ്ട്. നേരത്തെ ജില്ലാ ആശുപത്രി എന്നുള്ള നിലയ്ക്ക് മഞ്ചേരിയിൽ മാത്രമായിരുന്നു അതുണ്ടായിരുന്നത്. എന്നാൽ ബ്ലഡ് ബാങ്കുകളുടെ സൗകര്യം, അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററുകളിൽ എല്ലാ PHCകളും ഇന്ന് ഡോക്ടേഴ്സും ആവശ്യമായ മരുന്നും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ല നിലവാരത്തിലേക്ക്, അതുപോലെ താലൂക്ക് ആശുപത്രികൾ എല്ലാം തന്നെ ഉയർന്ന നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പല ഹെൽത്ത് സെൻ്ററുകളും രാജ്യത്ത് തന്നെ മാതൃകയാവുന്ന രീതിയിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുമേഖലയിൽ സർക്കാർ സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഈ ആരോഗ്യ സുരക്ഷാ സംവിധാനമാണ് പല രീതിയിൽ ആരോഗ്യ മേഖലയ്ക്കകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പുതിയ രോഗ കാര്യങ്ങളെല്ലാം വന്നപ്പോഴൊക്കെ, ഇപ്പോൾ കോവിഡ് ആയിരുന്നാലും നിപ്പ ആയിരുന്നാലും എല്ലാം, അതിലെല്ലാം ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിപുലമായ ആരോഗ്യ സുരക്ഷാ സംവിധാനത്തിനാണ് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകം മാറുന്നതിനനുസരിച്ച് നാടിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ K-ഫോൺ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ സർക്കാർ സേവനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാകും. എല്ലാ വിവരങ്ങളും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യം ഇന്ന് മാറ്റിയിരിക്കുകയാണ്. സർവ്വമേഖലയിലും വികസനം ഒട്ടായിട്ട് മാറും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ മുസ്ലിം ലീഗും UDF നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ വലിയ ആത്മവിശ്വാസം പറയുന്നു. 16-ൽ 16 സീറ്റും വാങ്ങുന്നു വെച്ചാൽ പൊന്നാനിയും തവനൂർ ഉൾപ്പെടെ ആ സീറ്റുകൾ നേടിയെടുക്കുമെന്ന് വലിയ ആത്മവിശ്വാസം പറയുന്നു. അത് ഈ വികസന പ്രവർത്തനങ്ങളും അതിനോടൊപ്പം തന്നെ
ഓരോ മനുഷ്യനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 400 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ, ഇന്നത് 2000ആണ്. UDF ഗവൺമെൻറ് കാലയളവിൽ 100 രൂപയുടെ വർധനവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഈ ഗവൺമെൻറ് കാലയളവിൽ 2000 വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ മേഖലയ്ക്കകത്ത് ലൈഫായിരുന്നാലും അതിദാരിദ്ര്യം ഇല്ലാതാക്കിയിട്ടുള്ള സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുമ്പോഴും വലിയ പ്രകൃതി ദുരന്തം നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുന്ന രൂപത്തിൽ ചൂരന്മലയിലുണ്ടായി. 1 രൂപയുടെ സഹായം പോലും കേന്ദ്രത്തിൽ നിന്നുണ്ടായില്ല. എന്ന് മാത്രമല്ല, ആ ടൗൺഷിപ്പിനോട് തികച്ചും നിഷേധാത്മകമായുള്ള നിലപാടാണ് UDF സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സർക്കാർ ഇന്ന് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ടൗൺഷിപ്പ് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. അത് രാജ്യത്തിന് മാതൃകയാണ്. അതുപോലെ തന്നെ അവരുടെ കടം എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ട് കോടതി കയറേണ്ടി വന്നു. എന്നിട്ട് പോലും അതിനോട് നിഷേധാത്മക സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത്. ആ കടം ഈ സംസ്ഥാന സർക്കാർ എഴുതി തള്ളിയുണ്ട്. ഇതെല്ലാം തന്നെ മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള ആളുകളും എല്ലാവരും കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ആ വികസന കാര്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഉള്ള ഒരു കാലയളവിനെ, അതിന് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ്റിനെ, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളെ തള്ളിക്കളയാൻ ഒരാളും തയ്യാറാവില്ല. അവരുടെ ഹൃദയത്തിലാണ് ഇതിനോടുള്ള നന്ദി അവർ കാണിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് അവര് പൊന്നാനിയും തവനൂർ ഉൾപ്പെടെ തിരിച്ചെടുപ്പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം? അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. എന്ന് മാത്രമല്ല, വളരെ സമാധാനത്തോടു കൂടിയിട്ട് സുരക്ഷിതത്വത്തോടു കൂടിയിട്ട് ഇന്ന് ഈ രാജ്യത്തിനകത്ത് താമസിക്കാൻ, ജീവിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം മതനിരപേക്ഷ കേരളമാണ്. ആ മതനിരപേക്ഷ കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറ എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണ്. ആ തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, മതന്യൂനപക്ഷങ്ങൾക്കുണ്ട്. രാജ്യത്തിനകത്ത് മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടുമ്പോൾ RSSൻ്റെ സംഘപരിവാറിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ വേട്ടയാടപ്പെടുമ്പോൾ ഏറ്റവും സുരക്ഷിതമായി ഈ ഭരണകൂടം ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവർക്കെതിരായി വരുന്ന കരിനിയമങ്ങൾ എല്ലാം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനതയെ സംരക്ഷിക്കുന്നത്, മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, കേരള സംസ്ഥാനത്തെ ഗവൺമെൻറ്റാണ്. ആ നിലയ്ക്ക് ആ ഗവൺമെൻറ്റിനെയും ആ പ്രസ്ഥാനത്തെയും തള്ളിക്കളയാൻ ഒരാളും തയ്യാറാവില്ല. ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണത്. അതിനെ മറികടക്കാനാണ് ലീഗ്, അതുപോലെ തന്നെ കോൺഗ്രസ്, UDF ആകെ ചേർന്ന് ഇന്നലെ വരെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിരുന്ന, പ്രത്യേകിച്ച് ലീഗുമായി അഭിപ്രായ വ്യത്യാസം അവർ തന്നെ രേഖപ്പെടുത്തി വച്ചിരുന്ന മതരാഷ്ട്രം വാദം ഉയർത്തുന്ന RSSനെ പോലെ തന്നെ മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ഒത്തുചേർന്നുകൊണ്ട് ഈ സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ദുർബലപ്പെടുത്താം, പരാജയപ്പെടുത്താം എന്നുള്ള വ്യാമോഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ ശുഭപ്രതീക്ഷകൾ. ആ ശുഭപ്രതീക്ഷകൾ മലപ്പുറം ജില്ലയ്ക്കകത്തും കേരളത്തിലെ ജനതയും അസ്ഥാനത്താക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമില്ലാത്തൊരു ജില്ലാ പഞ്ചായത്താണ്. ആ പ്രതീക്ഷ വെച്ചാണ് അവർ പറയുന്നത്. അതെ, ആ പ്രതീക്ഷകൾ വ്യാമോഹമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. കാരണം അതിനകത്ത് ഒരു പരീക്ഷണം നടത്തി ഒരുപക്ഷെ അതിലൊരു താൽക്കാലിക വിജയം അവർ കണ്ടിരിക്കാം. ആ താൽക്കാലിക വിജയമല്ല ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലോട് കൂടിയിട്ട് ജനങ്ങൾ കാണുന്നത്. ഈ ജനം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ നിലപാടുകൾ, മതനിരപേക്ഷ രാഷ്ട്രീയം കാണുന്നവരും അത് അനുഭവിക്കുന്നവരും അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്നവരുമാണ്. ആ നിലയ്ക്ക് ആ പ്രസ്ഥാനങ്ങളെ തള്ളിക്കളയാനോ ആ ഗവൺമെൻറ്റിനെ തള്ളിക്കളയാനോ ഈ ജനവിഭാഗങ്ങൾ തയ്യാറാവില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് ജില്ലയിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ CPM-ന് ഉണ്ടാകും. തീർച്ചയായിട്ടും
ഞങ്ങൾ ഈ ജില്ലയിൽ ശൂന്യതയിൽ നിന്നാണ് ആരംഭിച്ചത്. അതിന്ന് 1 പിന്നീട് 4, 5 ഒക്കെയായി. പലതും ഞങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ ബദലും രാജ്യത്ത് BJP തുടർന്നു വരുന്ന നയങ്ങൾക്ക് ബദലായിട്ടുള്ള ഒരു ഇടതുപക്ഷ ബദലാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഇടതുപക്ഷ ബദലിൻ്റെ കരുത്തിലാണ് കേരളം രാജ്യത്തും ലോകത്തിനകത്തും ഒന്നാമതായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനവിഭാഗങ്ങൾ ഇത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വട്ടം കഴിഞ്ഞേക്കാം, പക്ഷെ പലവട്ടം അതിന് സാധ്യമാകും എന്നുള്ള പ്രതീക്ഷകൾ വേണ്ട. എന്ന് വെച്ചാൽ ഇത്തവണ UDF ആ തന്ത്രത്തിലൂടെ വിജയിക്കുമെന്നാണ്. ഇത്തവണ UDF അത്ര രീതിയിൽ അതെ, ഒരു തവണ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ആ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനങ്ങൾ അതേപോലെ തന്നെ UDFനോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് വേണ്ട. അതൊരു തവണയേ നടക്കുള്ളൂ. അതവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ തിരിച്ചറിവിലൂടെ അവർ യഥാർത്ഥ മതനിരപേക്ഷ പ്രസ്ഥാനം ഏതാണെന്നുള്ളതും അവർ എവിടെ സുരക്ഷിതരായി നിൽക്കുന്നു എന്നുള്ളതും തിരിച്ചറിയാനുള്ള ജനത്തിനുള്ള കഴിവുണ്ട്. 10 വർഷം മുമ്പ് കേരളത്തിലെ UDF ഗവൺമെന്റ് എന്തായിരുന്നു നടത്തിയിരുന്നു എന്നുള്ളതും ഇപ്പോൾ ഇവർ നിരവധിയാർന്ന അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. UDF കാലത്തുള്ള അഴിമതി ആരോപണങ്ങൾ പോലെ അല്ല, എല്ലാം കോടതി വലിച്ചെറിഞ്ഞു ഓരോന്നായിട്ട്. ഒരാരോപണം പോലും ഉന്നയിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അഴിമതി രഹിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനവും ഭരണകൂടവുമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അത് മാതൃകാപരമാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സ്ഥിതിക്ക് ഇനിയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് പൊതുവെ ജില്ലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരിഗണിക്കാനാണ്. ചില മണ്ഡലങ്ങൾ മാത്രമാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നത്. ഇത്തവണയും സ്വതന്ത്രരായിരിക്കുമോ കൂടുതലുണ്ടാകുക? അല്ല, അങ്ങനെ അത് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം സ്വതന്ത്രന്മാരെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതും അവരെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതും ആദ്യമായിട്ടല്ല. മുൻപും ധാരാളം സ്വതന്ത്രന്മാർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവരെല്ലാവരും ഞങ്ങൾ പാർലമെൻ്ററി രംഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഞങ്ങളുടെ സഹയാത്രികരൊക്കെയായി ഞങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി കഴിയാവുന്ന എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായി അത്തരം വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആളുകളെ ഞങ്ങൾ ഈ രംഗവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഞങ്ങളുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈ എല്ലാ കാലത്തും UDFൽ നിന്ന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെയുള്ള ആളുകൾ വരികയും അവരൊക്കെ മത്സരരംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തവണ അത്തരത്തിലുള്ള ഒരു സർപ്രൈസ് ഉണ്ടാകുമോ? അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയവുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇടതുപക്ഷ ബദലുമായി ആരൊക്കെ സഹകരിക്കാൻ വേണ്ടി തയ്യാറാവുമോ അവരെല്ലാവരെയും ഞങ്ങൾ സഹകരിപ്പിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത് ആരൊക്കെയാണോ ഞങ്ങളുമായിട്ട് സഹകരിക്കുക, അത് കോൺഗ്രസ് ആണെങ്കിൽ ഞങ്ങളുമായിട്ട് ഈ രാഷ്ട്രീയവും ഈ ബദലും ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായാൽ അവരെ ഞങ്ങൾ സ്വീകരിക്കും. അത് പാർലമെൻ്ററി രംഗത്ത് മാത്രമല്ല, ഞങ്ങളുടെ സഹയാത്രികരായി ഞങ്ങൾ സഹകരിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ലീഗാണെങ്കിലും. ഈ സ്ഥാനാർത്ഥികളുടെ ചില പേരുകളൊക്കെ കേട്ടതുമായി ബന്ധപ്പെട്ട് ചില മണ്ഡലങ്ങളിലൊക്കെ ചില അസ്വാരസ്യങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതായി കണ്ട് സോഷ്യൽ മീഡിയയിലും. അതോടൊപ്പം തന്നെ ഫ്ലക്സുകളൊക്കെ, പ്രത്യേകിച്ച് പൊന്നാനിയിലടക്കം തവനൂരിലൊക്കെ അങ്ങനെ കേൾക്കുകയുണ്ടായി. പൊന്നാനിയിലൊക്കെ ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർന്ന് കേൾക്കുകയുണ്ടായി. ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങളുണ്ടോ? അല്ല, അതെല്ലാം തന്നെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നിട്ടില്ലല്ലോ. പാർട്ടി സംസ്ഥാന കമ്മിറ്റി പാർട്ടി സ്ഥാനാർത്ഥിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നതോടുകൂടി ആരെയാണോ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അവരുടെ വിജയത്തിനു വേണ്ടിയിട്ട് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും എല്ലാ പ്രവർത്തകരും അണിനിരന്ന് മുന്നോട്ട് പോകും. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ സാധാരണ പാർട്ടി പ്രവർത്തകരെയും സാധാരണ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ ആളുകളെ കെട്ടിയിറക്കുന്നു എന്നുള്ളതാണ് ഈ ഫ്ലക്സ് ബോർഡിലൊക്കെ
വീഴുന്ന ആരോപണങ്ങൾ അല്ല, ആരും കെട്ടിയിറക്കുന്നില്ല. എല്ലാവരും സമൂഹത്തിന്റെ ഭാഗമായിട്ട്, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ചില താഴെ തട്ടിൽ എവിടെയെങ്കിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പിന്നെ ഇതോട് കൂടിയിട്ട് അവസാനിച്ചു പോകും. അതെല്ലാം ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലല്ലോ. പ്രഖ്യാപിക്കപ്പെടുന്നതോട് കൂടിയിട്ട് എല്ലാം അതോടുകൂടി അവസാനിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. ഏതായാലും ഇത്തവണ മലപ്പുറത്ത് കൂടുതൽ സീറ്റുകൾ നേടാൻ സംസ്ഥാനത്ത് വീണ്ടും ഭരണം വരും എന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മതനിരപേക്ഷ രാഷ്ട്രീയം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിനകത്ത്. രാജ്യം പിന്നെ കാതോർക്കുന്നതും പ്രതീക്ഷിക്കുന്നതും കേരളത്തിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയവും കേരളത്തിൻ്റെ ഇടതുപക്ഷ ബദലിനെയുമാണ്. അതാണ് രാജ്യത്തിനകത്ത് മാതൃകയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കേരളം വീണ്ടും ഉയർന്നു വരും, ആ പ്രതീക്ഷയിലാണ് രാജ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം, മതനിരപേക്ഷ രാഷ്ട്രീയം രാജ്യത്തിനകത്ത് നിലനിൽക്കാൻ അനിവാര്യമായ ഒന്നാണ്. അതിൽ തന്നെയാണ് രാജ്യവും കേരളവും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു മതനിരപേക്ഷ രാജ്യത്തിന് വേണ്ടി ഇടതുപക്ഷത്തിനൊപ്പം ആളുകൾ നിൽക്കും. മാത്രമല്ല, ഈ വികസനങ്ങളെല്ലാം തന്നെ ആളുകൾ കാണുന്നു, സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം കാണുന്നു. അതുകൊണ്ട് തന്നെ അത് ജില്ലയ്ക്കകത്തും വലിയ നേട്ടമുണ്ടാക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും CPM വലിയ നേട്ടമുണ്ടാകും. UDF പറയുന്ന ഈ 16 സീറ്റ് വാങ്ങുമെന്നുള്ളത് അവരുടെ വ്യാമോഹം മാത്രമാണെന്ന് കൂടി VP അനിൽ പറഞ്ഞു വെക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.